നെക്സ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ ഈസി PR ആൻഡ് സിറ്റിസൺഷിപ്പ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു മേ ബി ഒരു 2018 2019 ആ ഒരു സമയം വരെയൊക്കെ ഓൾമോസ്റ്റ് വേണമെങ്കിൽ സത്യം എന്ന് പറയാം, ഇല്ലെന്ന് പറയില്ല. കാരണം ഇവിടെ വന്നേക്കുന്ന ഒരാളും PR ഇല്ലാതെ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാർ സിറ്റിസൺഷിപ്പ് അടിക്കാതെ പോയെന്ന ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ എന്താണെന്നുള്ളതാണ്, ഇതിന് മുമ്പ് ഉണ്ടായത് എന്താണെന്നുള്ളതല്ല. ഇപ്പോൾ കാനഡയിൽ നല്ല രീതിയിൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 30 lakhs എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല. 30 lakhs പിള്ളേർ ഇവിടെ PR ഇല്ലാതെ ടെമ്പററി റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ നടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടിയാലാണ് PR കിട്ടുക. ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥയിൽ സ്റ്റേ ബാക്കിനുള്ളിൽ തന്നെ PR അടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരും തിരിച്ചു പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആർക്കൊന്നും ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ നാട് പോലെ ഒന്നുമല്ല. ആരെ ഫോൺ വിളിച്ച് പറയിപ്പിച്ചാലോ ഒന്നും നടക്കില്ല. അവർക്ക് പോയിന്റ് അടിച്ചില്ലെങ്കിൽ അവർ നാട്ടിൽ പോവുക, അല്ലെങ്കിൽ അവർ വേറെ രാജ്യത്തോട്ട് പോവുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈസി PR ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ സിംപ്ലി നോ ആണ് അതിൻ്റെ ഉത്തരം. അതിൽ യാതൊരു സംശയമില്ല. നേരത്തെ നമുക്ക് ഡിപ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇപ്പോൾ ക്ലിയർലി നോ എന്ന് തന്നെ പറയുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കനേഡിയൻ ഡെസ്കർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അതായത് നമ്മൾ എബ്രോഡ് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഇറക്കുന്നത്. പ്രത്യേകിച്ച് കാനഡയിലോട്ട് വരുമ്പോൾ എല്ലാവരും കുറേയധികം കാര്യങ്ങൾ ഇന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ സ്വന്തമായിട്ട്, ഇപ്പം ഞാനും അസ്യൂം ചെയ്തിട്ടുണ്ടായി അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിലിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ സംസാരിക്കാൻ നമുക്ക് ആ വീഡിയോയിലോട്ട് തന്നെ നടക്കാം. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും വിചാരിക്കുന്ന പറയുമ്പോഴേക്കും സായിപ്പുമാർ വളരെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വൈറ്റ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വളരെ വെൽത്തി ആയിട്ട്. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഓസ്ട്രേലിയ, UK, US എല്ലാവരും, അതായത് ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ വെള്ളക്കാരെല്ലാവരും വളരെ വെൽത്തി ആണെന്നുള്ളതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ ഹോംലെസ് ആൾക്കാരുണ്ട്, അതായത് വീടൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതേസമയത്ത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വർക്കിംഗ് ക്ലാസ് ആണ്. അതുകൂടാണ്ട് റിച്ച് ആയിട്ടുള്ള അത്ര അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരുപാട്, അതായത് എക്സ്ട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടിരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇവരുള്ളത്. പക്ഷേ ഇവരുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളെ അങ്ങനെ ഒരു ഇതിലോട്ട് അസ്യൂം ചെയ്യിപ്പിക്കുന്നത്, ഇവരെല്ലാവരും വെൽത്തി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയാവുന്ന ഒരു പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഈ കാനഡ ഭയങ്കര തണുപ്പുള്ളൊരു രാജ്യമാണെന്ന്. തണുപ്പുണ്ട്, ഇല്ലെന്ന് പറയണില്ല. അന്റാർട്ടിക്ക അല്ല, അതെ, അന്റാർട്ടിക്ക പോലെ ഒന്നുമല്ല. കാരണം 6 months ഈ പറഞ്ഞ പോലെ തണുപ്പുണ്ട്. ഈ 6 months ഈ പറഞ്ഞ പോലെ ഒരു 3 to 4 months വിന്റർ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് സ്നോ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ ബാക്കിയുള്ള സമയം എന്ന് പറയുമ്പോൾ നോർമൽ തണുപ്പെന്ന് പറയാനുള്ള അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും സ്നോയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ സമയത്ത്. അതിന് ഏകദേശം ആ റേഞ്ച് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി മുകളിലായിട്ടുള്ള. പിന്നെ ഇവിടുത്തെ സമ്മർ സീസൺ ആകെ 3 months ആണുള്ളത്. പിന്നെ അതിനിടയ്ക്കുള്ള ഒരു 1 to 2 months എന്ന് പറയുമ്പോഴേക്കും ആ ഒരു വെതർ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ട്രാൻസിഷൻ ടൈമാണ്. അപ്പോൾ എപ്പോഴും തണുപ്പല്ല കാനഡയിലുള്ളത്. എല്ലാവരും വിചാരിക്കും കാനഡയിൽ ഫുൾ ടൈം മഞ്ഞാണ് വീഴുന്നത്, അപ്പൊ 12 months ഉണ്ടെങ്കിൽ 12 months മഞ്ഞായിരിക്കും എന്നുള്ളൊരു ചിന്ത ഉള്ളവരുണ്ട്. അങ്ങനെയില്ല, അതൊരിക്കലും അല്ല. അപ്പോൾ എല്ലാവരും ഈ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച പോലെ ഇഗ്ലൂ, അതായത് അങ്ങനത്തെ ഒരു അവസ്ഥയിലും ഫുൾ ടൈം മഞ്ഞ്, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അത്രയും തണുപ്പുള്ള ഇതാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ ട്രോപ്പിക്കൽ വെതറിൽ നിന്നൊക്കെ വരുന്ന നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനേ ചാൻസ് ഇല്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ ഒരു 6 months നമുക്കൊരു 6 months എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കാം, ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ. അപ്പൊ അതിനകത്ത് 6 months മാത്രം ചെറിയൊരു തണുപ്പിന്റെ ഇതുണ്ട്. ബാക്കിയുള്ള 6 months തണുപ്പുണ്ട്, ബാക്കിയുള്ളത് അതിൻ്റെതായ രീതിയിൽ നേരത്തെ അനീഷ പോലെ പറഞ്ഞാൽ മതി. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടാവാം. നമ്മളിവിടെ വരുമ്പോൾ എല്ലാവർക്കും ഈസിയാണ് ജോബ് കിട്ടാന്നുള്ളത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈസി അല്ല. നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയോ പാടില്ല. അത് നെഗറ്റീവായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. നമ്മൾ ശരിക്കും ട്രെയിൻ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പ്രൂവ് ചെയ്യാൻ നമ്മൾ പുറകെ നടന്നാൽ മാത്രമേ നമുക്കൊരു ജോലി കിട്ടുള്ളൂ. ഈവൻ പാർട്ട് ടൈം ആണെങ്കിൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെയാണ്. അപ്പോൾ ഈസിയാണ് ജോബ് എന്ന്
പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഏജൻസിക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു ബിഫോർ കോവിഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം വരുന്ന ആൾക്കാർക്കാണെങ്കിലും പാർട്ട് ടൈം ജോബ്, സ്റ്റുഡൻസിന്റെ കാര്യം ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ പാർട്ട് ടൈം ജോബ് സ്റ്റുഡൻസിന് കിട്ടാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറി പോവുകയും കിട്ടുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അതെ, അപ്പൊ അന്നത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞ ഫുൾ ടൈം ഒക്കെ അത്യാവശ്യം ഒരു ഇന്റർവ്യൂ ഒക്കെ അത്യാവശ്യം നമുക്ക് ക്രാക്ക് ചെയ്ത് കയറി പോകാൻ പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ജോബ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് 10 ആപ്ലിക്കേഷൻ അല്ല 10 ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ അല്ല കേട്ടോ, 10 ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 വിളിക്കാൻ, ഒരു 3 വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാനഡയില് നമ്മളൊരു 1000 കൊടുത്താൽ പോലും ചിലപ്പോൾ വിളിച്ചൊന്നും വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാനഡയിൽ. അപ്പോൾ ഈസിയാണ് ടു ഗെറ്റ് എ ജോബ് ഇൻ കാനഡ എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ പച്ചക്കള്ളമാണ്. നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോബ് എത്തിപ്പെടാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ റെഫറൻസ് കൊടുത്താൽ പോലും ജോബ് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. കാരണം ആൾക്കാർ എടുക്കുന്നില്ല ഒരുപാട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഇപ്പം എന്റെ കമ്പനിയിൽ ഇപ്പം ഞാനാണ് റെഫറൽ കൊടുക്കണമെങ്കിൽ എന്റെ കമ്പനിയിൽ തന്നെ ബാക്കി എല്ലാവരും അവരുടേതായിട്ടുള്ള ആൾക്കാർക്ക് റെഫറൽ കൊടുക്കണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കിട്ടും, അങ്ങനെയൊന്നുമല്ല. നമ്മൾ കൊടുക്കും പോലെ തന്നെ ബാക്കിയുള്ളവരുടെ ആൾക്കാർക്ക് പലരും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചിലപ്പോൾ മാനേജർമാരും കൊടുക്കണ്ടാവും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഇത്രയും ടൈറ്റ് ആയിട്ട് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറയുന്നത് കഴിഞ്ഞ 3 കൊല്ലത്തിലൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിനു വേണ്ടി അപ്ലൈ ഉണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരിക്കലും ഈസി അല്ല കാനഡയിൽ ഇന്നത്തെ അവസ്ഥയിൽ ജോലി കിട്ടുക എന്ന് പറയാം. അപ്പോൾ അതൊരു അസംഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ കുറേ പേര് ചിന്തിക്കുന്നുണ്ട്, ഒരു ലാംഗ്വേജ് ബാരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ, കാനഡയിൽ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല, നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഉള്ള ലാംഗ്വേജ് ഒക്കെ വെച്ച് സർവൈവ് ചെയ്ത് പോകാമെന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ കയറി വന്നേക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. അന്നൊന്നും അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലൊക്കെ ഇപ്പം നമുക്ക് കുറച്ച് ഫിസിക്കലി ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബുകളൊക്കെ കിട്ടാൻ ചാൻസസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ലാംഗ്വേജിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും. പക്ഷെ ഇന്നത്തെ കാനഡയിൽ, അതായത് ബെസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആഫ്റ്റർ കോവിഡ് എന്ന് തന്നെ പറയാം, ആ ഒരു കാനഡയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് തന്നെ, ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, ഒരു 1000 ആപ്ലിക്കേഷൻസ് ഇട്ടാൽ പോലും നമുക്ക് ഒരു ഇന്റർവ്യൂ കോൾ വരാൻ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെയുള്ള ജോബുകളിൽ, സ്കിൽഡ് ജോബുകളിൽ തുടങ്ങി പല ജോബുകളിൽ അപ്ലൈ ചെയ്യും. കാരണം ഇവിടെ വന്നേക്കുന്ന ആൾക്കാർക്ക് സർവൈവ് ചെയ്യണം. അപ്പൊ സർവൈവ് ചെയ്യാൻ ജോബ് ഉണ്ടായേ തീരൂ. കാരണം അറിയാവുന്ന ആൾക്കാർ കൊടുക്കുന്നുണ്ട്, കാരണം അവർക്കും ജീവിക്കണം. അപ്പൊ അതിനുവേണ്ടി അവർ അതും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ലാംഗ്വേജ് ബാരിയർ ഉള്ള ആൾക്കാർക്ക് അത് കൂടുതൽ പ്രശ്നവും. അപ്പൊ നാട്ടിൽ നിന്ന് നമുക്ക് ഓക്കെ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ നമുക്ക് അവിടെ പോയി പഠിക്കാവുന്ന കാര്യമുള്ളൂ എന്നും ഓഫ് കോഴ്സ് നമുക്കൊരു പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ളത് നല്ലതാണ്. പക്ഷേ ഓൾമോസ്റ്റ് നടക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ലാംഗ്വേജ് മര്യാദക്കില്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ കയറി പോകാൻ നമുക്കൊരു നല്ല ജോലി കിട്ടുക എന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതെ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ആണെങ്കിലും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് അതെ, അതുകൊണ്ടാണ് നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ IELTS ഒക്കെ നിർബന്ധം പിടിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു UK-ലൊന്നും IELTS വേണ്ട. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല UK-ലൊക്കെ IELTS വേണ്ടത്. പക്ഷെ കാനഡയിൽ IELTS വെക്കണതിന് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് കാരണമുണ്ട്. കാനഡ മാത്രമല്ല, ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങൾ. കാരണം IELTS വെക്കുന്നത് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്കത് പറ്റണം, ജോലി ചെയ്യാനും ആൾക്കാരുടെ ഇടയിൽ ഇടപെടാൻ പറ്റണമെങ്കിൽ നമുക്കത് നിർബന്ധം. ഇവിടുത്തെ വൈറ്റ്സിന്റെ ഇടയിലാണെങ്കിലും നമുക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിലാണ്, എങ്കിലാണ് നമുക്ക് അവരുമായിട്ട് ഫ്രണ്ട്ലി ഒക്കെ ആവാനും ആ ഒരു വർക്കിംഗ് കൾച്ചറിൽ നന്നായിട്ട് നിന്ന് പോകാനും പറ്റും. ഇതൊരു ബെസ്റ്റ് ജോബിന് വേണ്ടി മാത്രമല്ല, നോർമൽ ലെവലിലുള്ള ജോലിക്ക് പോലും ഒരു മാനേജർ വന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ അപ്പോൾ തന്നെ അത് പറഞ്ഞു വിടുന്ന ഒരു കാര്യമുള്ളൂ. പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടും കൂടിയുള്ള. അപ്പം അത് ലാംഗ്വേജ് ബാരിയർ ഇല്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ നമുക്ക് സെറ്റപ്പായി പോകാമെന്നുള്ള മനസ്സിലൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയർ എന്നുള്ളതാണ്. അത് ഓഫ് കോഴ്സ് കാനഡ ഒരു ഒരു ഫെഡറൽ ഇതിൻ്റെ അടിയിലുള്ള ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഫ്രീ കൺസൾട്ടേഷൻ, ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ, പിന്നെ അതുകൂടാണ്ട് നമുക്ക് ലാബ് ചെക്കപ്പ്, പിന്നെ നമുക്ക് പ്രഗ്നൻസി സമയത്തുള്ള പ്രഗ്നൻസി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. നമുക്ക് അതായത് നമുക്കൊരു പ്രത്യേകിച്ചും ചിലവുകളൊന്നും വരാറില്ല. ഈവൺ നമുക്ക് അത്യാവശ്യ സമയത്ത് ഒരു ആംബുലൻസ് വിളിച്ചാൽ പോലും ഒട്ടും വളരെ ഒരു 10-35 ഞാൻ പ്രാവശ്യം വിളിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രാവശ്യം ഒരു 35 ചിലവായിട്ടുള്ളൂ. വലിയ വേറെ ചിലവുകളൊന്നുമില്ല, 0 ഓൾമോസ്റ്റ് 0. പക്ഷേ നമ്മുടെ ഫോർ എക്സാമ്പിൾ സ്കിൻ, പിന്നെ ഡെന്റൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ കൊടുക്കും. അതും ഇവിടെ നല്ല പൈസയുമാണ്. അല്ലാതെ നാട്ടിൽ വിചാരിക്കണ പോലെ നമുക്കറിയാവുന്ന തന്നെ ഒരുപാട് പേര്. ഇപ്പം ഞാനാണെങ്കിൽ പോലും നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും ചിന്തിക്കുന്ന കാര്യം വെച്ചാൽ പല്ല് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്പെക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് നോക്കുക.
നമുക്ക് ഡെന്റൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കവേർഡ് ആവും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഡെന്റൽ പ്രൈസസ് ഒക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ എക്സ്ട്രാ പിന്നെ ചെലവുകൾ വരും. നല്ലൊരു കോർപ്പറേറ്റ് ഇപ്പൊ എന്റെ കമ്പനിയിലും അല്ലെങ്കിൽ അനീഷയുടെ കമ്പനിയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്ലാസസ് വാങ്ങിക്കാനും ഡെന്റൽ പല്ല് ക്ലീൻ ചെയ്യാനും റൂട്ട് കനാൽ ചെയ്യാനും. പക്ഷെ അതാണ് അപ്പോൾ 80% ഒരു ഫ്രീ ആണ്, ബാക്കി 20 അല്ലെങ്കിൽ 30% നമ്മൾ നമ്മുടെ ഈ വക കാര്യങ്ങൾക്ക് പേയ്മെന്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്, റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഡിസ്ക്രിമിനേഷൻ ഒക്കെ കാണിക്കുമെന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കനേഡിയൻസ് ആർ നോൺ ഫോർ ബീങ് പൊളൈറ്റ് എന്ന് പറയാം. എപ്പോഴും പൊളൈറ്റ്നെസ് അവരുടെ ബ്ലഡിലുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ അവർ അതിൻ്റെതായ രീതിയിൽ നമ്മളോ അതൊന്നും ഡേ ബൈ ഡേ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി വരുമ്പോൾ അവർക്ക് അത് അവർ ഇവോൾവ് ചെയ്ത് മാറിയേ പറ്റൂ. കാരണം അവർക്കും ജീവിക്കണം, അവർക്കും ജോലി വേണം എന്നുള്ള സെറ്റപ്പിൽ. കാരണം ഗവൺമെന്റ് 100 പേരുടെ വേക്കൻസിയിൽ 1000 പേരാണ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു പരിധി വരെ. ഇപ്പൊ ഒരുപാട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു, പുറത്തുനിന്ന് ഒരുപാട് പേരെ ഹയർ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്കൊരു വിഷമം വരും. അപ്പൊ അതുപോലെയൊക്കെ തന്നെ ഇവിടുത്തെ ആൾക്കാർക്കും അതിന്റെ ഒരു പുകല് ഉണ്ട്, വന്നു തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ ECPR ആൻഡ് സിറ്റിസൺഷിപ്പ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു മേ ബി ഒരു 2018, 2019 ആ ഒരു സമയം വരെയൊക്കെ ഓൾമോസ്റ്റ് വേണമെങ്കിൽ സത്യം എന്ന് പറയാം, ഇല്ലെന്ന് പറയില്ല. കാരണം ഇവിടെ വന്നേക്കുന്ന ഒരാളും PR ഇല്ലാതെ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാർ സിറ്റിസൺഷിപ്പ് അടിക്കാതെ പോയെന്ന ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇപ്പം എന്താണെന്നുള്ളതാണ്. ഇതിന് മുമ്പ് ഉണ്ടായത് എന്താണെന്നുള്ളതല്ല. ഇപ്പോൾ കാനഡയിൽ നല്ല രീതിയിൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 30 lakhs എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല. 30 lakhs പിള്ളേർ ഇവിടെ PR ഇല്ലാതെ ടെമ്പററി റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ നടപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴും എനിക്ക് നാട്ടിൽ നിന്ന് എൻക്വയറി വരുന്നുണ്ട്, ചേട്ടാ അതിന് സ്കോപ്പുണ്ടോ. സ്കോപ്പില്ലാത്തവർ വരെയും വരാൻ റെഡി ആയിട്ട് വലിയ പൈസ കൊടുത്തത്. അപ്പോൾ അവരുടെയൊക്കെ ഭാവി എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ജഡ്ജ് ചെയ്യണമല്ല. ഇതിപ്പോ ആക്ച്വലി എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇതിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അതിന് സ്കോപ്പ് ഉണ്ട്, പക്ഷെ ചിലതിന് സ്കോപ്പ് ഇല്ല. പക്ഷെ ഈ സ്കോപ്പുള്ള കോഴ്സുകൾ എടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും ഈ എല്ലാ കോളേജുകളിലും ഒരു ഇത്ര സീറ്റുകൾ വെച്ചിട്ടുണ്ടാവും. അത്രയും സീറ്റുകളിലേക്ക് ഫുൾ പിള്ളേർ വന്നെന്ന് അറിയണോ. പിന്നെ ഇവിടുത്തെ കുറെ ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ആയി കഴിയുമ്പോഴേക്കും ഇവര് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് പുറത്തിറങ്ങണത്. അപ്പൊ ഇത്രയും പേര് ഒന്നിച്ചിറങ്ങി കഴിയുമ്പോഴേക്കും ജോബിന്റെ ഡിമാൻഡ് കുറഞ്ഞു പോകും. അത് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, ഇതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇവിടുത്തെ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ കൺട്രിയുടെ കനേഡിയൻ റെസിഡന്റിനെ ആയിരിക്കുള്ളൂ കൺസിഡർ ചെയ്യുന്നത്. അതൊരു റേസിസത്തിന്റെ പേരിലൊന്നല്ല. അത് അവരുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ജംഗ്ഷനിൽ ഒരു ജോലി, ഒരു കടയിലൊരു ജോലിയുടെ ഒരു മാനേജറിന്റെ പൊസിഷൻ ഓപ്പൺ വന്നാൽ നമ്മൾ നേരെ പോയി ഒരു നമ്മുടെ നോർത്തിൽ നിന്ന് തന്നെ എടുക്കുക, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ആളെ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അറിയാവുന്നതായിരിക്കും നമുക്ക് ചാൻസ്. കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാർ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ അവരെ തന്നെ എടുക്കാനേ ചാൻസ് ഉള്ളൂ. നമ്മൾ ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇടപെടലിൽ പോകാനായിട്ടും അവർ തന്നെ ബെസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അവരെ തന്നെ ആയിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യുള്ളൂ. പക്ഷെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണമെന്നല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണമെന്നല്ല. രണ്ടുപേരും ഈക്വലി വരുമ്പോഴാണ് ചിലപ്പോൾ അവർക്കൊരു എഡ്ജ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടിയാലാണ് PR കിട്ടുക. ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥയിൽ സ്റ്റേ ബാക്കിനുള്ളിൽ തന്നെ PR അടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരും തിരിച്ചു പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആർക്കൊന്നും ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ നാട് പോലെ ഒന്നുമല്ല. ആരെ ഫോൺ വിളിച്ച് പറയിപ്പിച്ചാലോ ഒന്നും നടക്കില്ല. അവർക്ക് പോയിന്റ് അടിച്ചില്ലെങ്കിൽ അവർ നാട്ടിൽ പോവുക, അല്ലെങ്കിൽ അവർ വേറെ രാജ്യത്തോട്ട് പോവുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ECPR ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ സിംപ്ലി നോ ആണ് അതിൻ്റെ ഉത്തരം. അതിൽ യാതൊരു സംശയമില്ല. നേരത്തെ നമുക്ക് ഡിപ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇപ്പോൾ ക്ലിയർലി നോ എന്ന് തന്നെ പറയുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിചാരിക്കുന്ന കാര്യം, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഇല്ലേ. അതായത് നമുക്ക് ആ ബെനിഫിറ്റ്സ്, ഈ ബെനിഫിറ്റ്സ്, സോഷ്യൽ ബെനിഫിറ്റ്സ് ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചൈൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ്, പിന്നെ EI അതായത് നമുക്ക് എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്. നമുക്കൊരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഭയങ്കര എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമല്ല, അവിടെ ജോബില്ല, അപ്പോൾ ലേ ഓഫ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വർക്കില്ലായ്മ വരിക, അപ്പോൾ നമ്മൾ പിരിച്ചിടുക, അങ്ങനെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് എന്തോ അല്ലെ 1 വർഷം 10 മാസം അങ്ങനെ എന്തോ ഒരു ടേമിലോട്ട് നമുക്ക് ഗവൺമെന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അതാണ് എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്. അപ്പം അങ്ങനെ കുറച്ച് അത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ടൈപ്പ് ബെനിഫിറ്റ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ആ ബെനിഫിറ്റ്സ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ടാക്സ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ അവിടെ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് ആയിട്ട് തരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിന് കാനഡ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ടാക്സ്ഡ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ നമ്മൾ കാനഡയിൽ ടാക്സ് ഇല്ല, നമുക്ക് കിട്ടുന്നത് മൊത്തം നമ്മുടെ കയ്യിലിരിക്കുന്നുള്ള ഇത് വിചാരം പാടില്ല. അപ്പോൾ ഈ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് തന്നത്
നമുക്ക് ടാക്സ് പിടിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു പേ ചെക്കിൽ നിന്ന് തന്നെ ടാക്സ് പിടിച്ചിട്ട് അത് അതിൻ്റെതായ രീതിയിൽ കറക്റ്റായിട്ട് ഡൈവേർട്ട് ചെയ്ത് ചൈൽഡ് ബെനിഫിറ്റോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു സിംഗിൾ മദർ ബെനിഫിറ്റോ അങ്ങനെ പല രീതിയിൽ ബെനിഫിറ്റായിട്ട് നമുക്ക് തന്നതാണ്. അല്ലാതെ ഇത് ഫ്രീ മണി എന്നുള്ള രീതിയിൽ നമുക്ക് മോളിൽ നിന്ന് ആരും എറിഞ്ഞ് തന്നെ പൈസ അല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന കാര്യമാണ് ഹൗസിംഗ് അഫോർഡബിൾ ആണോ എന്നുള്ളത്. ഹൗസിംഗ് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇന്നത്തെ അവസ്ഥയിൽ ഒന്നാമത് ഷോർട്ടേജ്, ഹൗസിൻ്റെ ഷോർട്ടേജ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ റീസൺ. ഒരുപാട് ആൾക്കാർ കയറി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാർക്ക് വേണ്ടിയുള്ള വീടുകൾ അത് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ വീടിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെയൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഓക്കെ നമുക്കൊരു വീട് വാങ്ങിക്കാം, ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, നമുക്ക് കുറച്ച് ഡൗൺ ഒക്കെ ഇട്ടൊരു വീട് വാങ്ങിക്കാമെന്നുള്ള രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1-2 വീടുകളുള്ള ആൾക്കാർ തന്നെ പിന്നെയും വീടുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഇപ്പോൾ ഒരുപാട് പൈസ, അതായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ കുറച്ചധികം ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് വീട് വാങ്ങിക്കാൻ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ആയി കഴിയുമ്പോഴേക്കും പക്ഷെ അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നോക്കുന്നത് ചിലപ്പോൾ ഒരു വീട്ടിലേക്കായിരിക്കും നോക്കുന്നത്. കാരണം ആ ഒരു വീട് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും. ആ ഒരു വീട് സെല്ലിങ്ങിന് ഇടുമ്പോൾ ഒരു 10 ബയേഴ്സ് ആയിരിക്കും തന്നെ. ഒരു ബിഡിങ് വോർ എന്നൊക്കെ പറയില്ല, ഒരു ലേലം വിളി, ആ ലേലം വിളി സെറ്റപ്പിലോട്ടൊക്കെ പോകാം. അപ്പോൾ അവരിപ്പോൾ ഒരു 1 മില്യൺ ഫോർ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 1 മില്യനാണ് ആ ഒരു ഓണർ ഇട്ടേക്കുന്നത്. പക്ഷേ ബിഡിങ് വഴി ചിലപ്പോൾ 1.4 അല്ലെങ്കിൽ 1.10 എന്ന് പറഞ്ഞാൽ അവർ കൂടി വിളിച്ച് അത് വേറെ ലെവലോട്ടോ. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് വീട് വാങ്ങിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഡൗൺ, മിനിമം ഒരു ഡൗൺ ഇന്നത്തെ കാലത്ത് ഒരു 50 ലക്ഷം 60 ലക്ഷം 70 ലക്ഷം ഇടണം മിനിമം. നമ്മൾ ഡൗൺ ഇടേണ്ടത് കേട്ടോ. ആ ഡൗൺ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 30 കൊല്ലത്തെ മന്ത്ലി 30 കൊല്ലം 25 കൊല്ലത്തേക്ക് നമ്മളൊരു വലിയൊരു നാളത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് ലോൺ ചേർന്നാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി, അതന്നെ ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാരാകുമ്പോൾ അത് അതിലും വലിയ വിഷയമാകും. കാരണം നമ്മൾ അത്രയും വലിയ ബാധ്യത എടുത്ത് തലയുടെ പൊക്കത്ത് വെച്ചു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ബാങ്കിന് നമ്മൾ അടക്കുകയൊന്നും അറിയണ്ട, നമുക്ക് ബാങ്ക് കൃത്യമായിട്ട് അതിന്റെ പേയ്മെന്റ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ലേ ഓഫ് ഒക്കെ ഇടയ്ക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന ആളെന്നൊന്നുമില്ല. ഇപ്പൊ ലോ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നോ, സീനിയർ എംപ്ലോയി ആണോ, ഹൈ ലെവലിൽ മാനേജ്മെന്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നോ അങ്ങനെ ഒന്നുമില്ല. ലേ ഓഫ് വരുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് കളയുന്നത് മാനേജ്മെന്റ് ലെവലിലുള്ള അത് ഏത് ഫീൽഡിലും വരാട്ടോ. അത് ഓരോ നമ്മുടെ പറയൂല എക്കോണമി ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യണ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും വരാം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഹൗസിംഗിന്റെ കാര്യം ചെറിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എസ്പെഷ്യലി ഇപ്പൊ അധികം ഹൗസ് ഇല്ലാത്തത് തന്നെയാണ് കൂടുതൽ ബിൽഡ് ചെയ്യാനായിട്ട് സപ്ലൈ ഇല്ല. അപ്പൊ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ പോലും സപ്ലൈ അധികം ബിൽഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ആ 10 എണ്ണം വന്നാൽ 100 പേർക്കാണ് അത് വേണ്ടത്. അപ്പൊ ഭയങ്കര ബിഡ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പറയുന്ന പൈസനേക്കാളും കൂടുതൽ പോകുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഹൗസ് ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ സെല്ല് ചെയ്യുകയോ ബൈ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടത്. ഈ കൂടുതൽ എക്സ്ട്രാ ഹൗസ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ അത്യാവശ്യം ഒക്കെ ആൾക്കാരുള്ളൊരു ഇത് വരുള്ളൂ, സെല്ലിംഗ് പോയിന്റ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വീട് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത്തിരി ടാസ്ക് ആണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗവൺമെന്റ് ഭാവിയിൽ വീട് പണിയുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അതിൻ്റെതായ രീതിയിലൊരു ബിഗ് പ്രോസസ്സാണ്. ഇപ്പം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു 10 ലക്ഷം വീട് വന്നതല്ല. ഇപ്പോൾ വീട് പണിയാൻ എത്ര സമയം എടുക്കും നമുക്കറിയാം. അതും ഇത്രയും കാനഡ പോലെ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ ലോങ് പ്രോസസ്സാണ്. അപ്പോൾ വീട് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇച്ചിരി ടാസ്ക്കാണ്, അതെല്ലാവരും മനസ്സിലാക്കാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ്. ഞങ്ങൾ അതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോ എന്തായാലും നിങ്ങൾ പോയി ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾക്ക് ഇവിടെ ലക്ഷങ്ങളിൽ നമുക്ക് ശമ്പളം കിട്ടുന്നു, അപ്പോൾ നമുക്ക് ഇതൊക്കെ എളുപ്പത്തിൽ നമ്മൾ ആക്ച്വലി മിക്ക ആൾക്കാരും ഞാൻ കേട്ടോ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും നാട്ടിൽ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഇൻകത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കത്തുണ്ടായിരുന്നുള്ളൂ. കാരണം നാട്ടിൽ വെച്ച് നമ്മൾ കൂടുതൽ എക്സ്പെൻസിനെ കുറിച്ച് നമ്മുടെ പേരൻസ് അങ്ങനെയുള്ള എക്സ്പെൻസും കാര്യങ്ങളും നോക്കണം. അപ്പൊ നമുക്ക് അതൊന്നും വരുന്നില്ല, ആ എക്സ്പെൻസ് നമ്മുടെ തലയിലേക്ക് വരുന്നില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നാട്ടിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര രൂപ ശമ്പളമൊക്കെ കിട്ടുന്ന ഉള്ള ജോലി ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ വെൽ സെറ്റിൽഡ് ആവും ഇത്ര നാൾ കഴിയുമ്പോൾ എന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള എക്സ്പെൻസ് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ റെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും വലുതാണ്, അല്ലെങ്കിൽ നമുക്ക് കാർ ഉണ്ടെങ്കിൽ അത് അത്രയും വലുതാണ്, ഗ്രോസറി എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പോലെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ 2 പേർക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ജോലി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 2 പേർക്ക് എന്തായാലും മസ്റ്റായിട്ട് ജോലിയാണ്. നാട്ടിലെ പോലെ ആരും തെറ്റ് പൊരിക്കാൻ നടക്കില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോൾ റിയലി ഹൈ ആണ്. ഇപ്പോൾ പല കൺട്രീസ് ഉള്ള പോലെ തന്നെ, ഇപ്പോൾ ഓസ്ട്രേലിയ, US, UK ഉള്ള പോലെയൊക്കെ തന്നെ നല്ല ഹൈ ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ പോകുന്നുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഇനി ഞങ്ങൾ കൂടുതൽ വളച്ചൊടിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം പോയിന്റ്സ് പറഞ്ഞെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.
അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുക, ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതേപോലത്തെ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴത്ത് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വളച്ചൊടിക്കുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. Until then, bye. Thank you.